കേരളത്തിലെ ഗ്ലാമർ മണ്ഡലം അത് മത്സരം വളരെ കടുത്തതായതുകൊണ്ടല്ല, മറിച്ച് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഒരു ഹെവി വെയിറ്റ് ആയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്. അങ്ങനെ പറയുന്നതാണ് ശരി. രാഹുൽ ഗാന്ധിയുടെ വയനാട് 4,31,000 എന്ന ഭൂരിപക്ഷം അത് കൂടുമോ കുറയുമോ? എന്താണ് ഇത്തവണ ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത. നമ്മുടെ ഒപ്പീനിയൻ പോളും അങ്ങനെയാണ് പറയുന്നത്. 60%, 62%. ഇതാ ഇവരാണ് സ്ഥാനാർത്ഥിമാർ: രാഹുൽ ഗാന്ധി, ആനി രാജ, കെ സുരേന്ദ്രൻ. BJP ദേശീയ തലത്തിൽ ഗൗരവമായി എടുത്തിരിക്കുകയാണ് ഇക്കുറി. രാഹുലിനെ തോൽപ്പിക്കാനായില്ലെങ്കിലും ഒരു പ്രധാന മത്സരം അവിടെ കാഴ്ചവെക്കാൻ BDJS ആയിരുന്നു. ഇത്തവണ പക്ഷേ ആ മണ്ഡലം ഒരു തവണ പോലും, നമ്മൾ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ, ഒരു തവണ പോലും 10% വോട്ട് BJPക്ക് നൽകാത്ത, 1,00,000 വോട്ട് ഇന്നേ വരെ BJPക്ക് കിട്ടാത്ത ഒരു മണ്ഡലമാണ്. BJP അവിടെ എത്ര കഷ്ടപ്പെട്ടാലും BJPയെ സംബന്ധിച്ച് പരിമിതികളുള്ള മണ്ഡലമാണ്. അതിന്റെ ഡെമോഗ്രഫി അങ്ങനെയാണ്. ഒരുപക്ഷെ 1,00,000 വോട്ട് പിടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും 1,00,000 ആയിരിക്കാൻ ടാർഗറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ രാഹുലിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രചാരണമുണ്ടല്ലോ, അത് ഇടതു പാർട്ടികളാണെങ്കിലും BJPക്കെതിരെ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? അപ്പോൾ രാഹുൽ മത്സരിക്കുന്നിടത്ത് BJP എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി തിരികെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായിരുന്നു. നമ്മൾ കാണേണ്ട മത്സരത്തിന് വേണ്ടി BJP വരുന്നു. BJPയുടെ സംസ്ഥാന അതിപ്പോ മത്സരത്തിന് വേണ്ടിയിട്ട് ഇപ്പോ ഇനി കെ സുരേന്ദ്രനെ അല്ല സ്മൃതി ഇറാനിയെ തന്നെ മത്സരിപ്പിച്ചാലും കാര്യമുള്ള മണ്ഡലമല്ല. അതായത് BJPയെ സംബന്ധിച്ച് തലകുത്തി നിന്നാലും ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ, അങ്ങനെയെങ്കിലും BJP മരുന്നിന് പോലും ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ വന്ന് രാഹുൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് രാഹുലിനെതിരെയുള്ള. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് വേറൊരു രീതിയിൽ വേണമെങ്കിലും കാണാം. BJP ഉള്ളിടത്തേക്ക് രാഹുൽ ഗാന്ധി പോയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉള്ളിടത്തേക്ക് BJP പോവുക എന്നുള്ള കാര്യമാണ് BJP ഇവിടെ സ്വീകരിച്ചത്. ഇപ്പോൾ ആനി രാജ വന്ന ഒരു വരവുണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രചാരണത്തിന്റെ അവസാന 100 മണിക്കൂറിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രചാരണവും ആരോപണവും എന്താണ്? അത് രാഹുലിനെതിരെയാണ് LDFന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ തിരികെ CPM-നെതിരെയാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന്. ആ ഒരു പൊളിറ്റിക്കൽ പിക്ചറിലേക്ക് വരുമ്പോഴാണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ലൈസൺ കമ്മിറ്റിയിൽ തന്നെയുള്ള പാർട്ടിയുടെ പ്രതിനിധി ആനി രാജ അവിടെ മത്സരിക്കുന്നത്. ഇത് ആനി രാജ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ദേശീയ പ്രാധാന്യമുണ്ട്. അതിനൊക്കെ ഉപരി അവിടെ ആര് എതിരായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ ഒരു അറ്റൻഷൻ കിട്ടുക. രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കാൻ വരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി എത്ര തവണ ആ മണ്ഡലത്തിൽ വന്നിട്ടുണ്ടാകും, രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിൽ അറ്റൻഡൻസ് എത്രയാണ്, ഇതൊന്നും നോക്കിയിട്ടല്ല അവിടെ ആളുകൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യം, രാജ്യത്ത് മറ്റൊരു മണ്ഡലവും അത്ര സുരക്ഷിതമല്ല എന്നുള്ളൊരു പ്രശ്നം രാഹുൽ ഗാന്ധി, ഇതുപോലെ സുരക്ഷിതമായിട്ടുള്ളൊരു മണ്ഡലം രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പം ആനി രാജയുടെ കാര്യത്തിൽ ആനി രാജ അവിടെ മത്സരിക്കുന്നു, വളരെ ശക്തമായ ഒരു പോരാട്ടം നടത്താൻ, മത്സരം എന്ന് വെച്ചാൽ മത്സരം എന്നപോലെ ഒരു രാഷ്ട്രീയമായ പോരാട്ടം അവർ നടത്തുന്നു, അതിനെ അവർ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവരുടെ സ്ഥാനാർത്ഥിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. തീർച്ചയായും അവിടെ വയനാടിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇഷ്യൂസിനൊന്നും വലിയ പ്രാധാന്യമില്ല. രാഹുൽ ഗാന്ധിയുടെ കാൻഡിഡേച്ചർ എന്നുള്ളത് തന്നെയാണ് വയനാടിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ നമുക്ക് കേരളത്തിൽ ഇത്രയും മണ്ഡലം ഉണ്ടെങ്കിലും ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ചാനലുകളിലും മറ്റുമൊക്കെ എഴുതി കാണിക്കുന്ന പേര് വയനാട് രാഹുൽ ഗാന്ധി. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ആ ഫിഗേഴ്സ് ഒന്ന് നോക്കാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം വലിയ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ 2.5 ലക്ഷം വോട്ടിന് വിജയിക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസമെങ്കിൽ വോട്ടെണ്ണിയപ്പോൾ അതൊക്കെ മാറി. എനിക്ക് തന്നെ അറിയാം, ഒരു ഇടതുപക്ഷക്കാരനായ എൻ്റെ ഒരു സുഹൃത്ത് രാവിലെ ഫാസ്റ്റ് പാസഞ്ചറിൽ കയറി എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് പോയി വൈകുന്നേരം 5 മണിക്കെങ്കിലും അവിടെ എത്തിയിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു വോട്ട് ചെയ്യാൻ, രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാന്നുള്ളത് കഴിഞ്ഞ തവണത്തെ ഒരു എന്താ പറയാ ഒരു വികാരമായിരുന്നു. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഒരുപക്ഷെ UPA അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും തുടങ്ങിയ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അതിന് മുൻപ് നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 കോൺഗ്രസ് ജയിച്ചൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനും കൂടെ കിട്ടിയ വോട്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന 4,31,000 ഭൂമിയിൽ കോൺഗ്രസ് ജയിക്കുന്നു, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് ഒക്കെ ജയിക്കുന്നു, ഇതാ തൂത്തുവാരൽ നടക്കുന്നു, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു. ഈ ഒരു അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ അവിടെ ഉണ്ടായിരുന്നു. അതും ഈ വോട്ടിൽ ഘടകമായിട്ടുണ്ട്. നമുക്ക് അതിനു മുമ്പ് രാഹുൽ ഗാന്ധിക്ക് മുമ്പ് വയനാട് ഉണ്ടല്ലോ. അപ്പോൾ വയനാട് 2009 മുതലുള്ള പിക്ചർ എന്താണ് എന്നൊന്ന് സ്ക്രീനിൽ. രമേശ് ഷാനവാസിന്റെ വിജയം, അത് ഓരോ തവണത്തെയും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞതിന്റെ കഥകളൊക്കെ നമുക്ക് കാണാം. 2009, 2014, 2019 3 തെരഞ്ഞെടുപ്പുകളും വയനാട് മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകളും UDF വിജയിച്ചിട്ടുണ്ട്. ആദ്യം MI ഷാനവാസ്, രണ്ടാമത് MI ഷാനവാസ്, മൂന്നാമത് രാഹുൽ ഗാന്ധി. രണ്ടാമത്തെ MI ഷാനവാസിന്റെ വിജയം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ കുറഞ്ഞ വോട്ടിനായിരുന്നു. വളരെ ശക്തമായ പോരാട്ടം, ശക്തമായ സത്യൻ മൊകേരി ആയിരുന്നു. വയനാട് ജില്ലയിൽപ്പെട്ട മണ്ഡലങ്ങളിൽ സത്യൻ മൊകേരി വലിയ തോതിൽ വലിയ വോട്ട്. ആ തരത്തിലുള്ള രാഷ്ട്രീയവും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വന്യജീവി ആക്രമണത്തിന്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കൂ. ഈ മലപ്പുറം ജില്ലയിലുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ UDF വിജയിച്ചിട്ടുണ്ട്. ഈ ഇതിനകത്തുള്ള നിലമ്പൂർ LDF ആണ്. ഇപ്പോൾ അവിടെ കൽപ്പറ്റ മണ്ഡലം
UDF ജയിച്ചു, ബാക്കിയുള്ള മണ്ഡലങ്ങൾ LDFന്റെ കയ്യിലാണ്. അപ്പോൾ LDFന് അവിടെ രാഷ്ട്രീയമായിട്ടൊരു ഒരു ശക്തി ഇല്ലാത്ത മണ്ഡലം എന്നൊന്നും പറയാൻ കഴിയില്ല. ഈ 20 പിന്നെ നേരത്തെ രതീഷ് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഈ 2014 അവിടെ 20,000 ഭൂരിപക്ഷം കുറയുമ്പോൾ കെ മുരളീധരൻ അവിടെ മത്സരിച്ചു എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ അവശേഷിക്കുന്നുണ്ട്. അതെ, PV ഗംഗാധരൻ അന്ന് തിരുവനന്തപുരത്തായിരുന്നു തോന്നുന്നു അല്ലേ? അതെ, അന്ന് വയനാട്ടിൽ കെ മുരളീധരൻ മത്സരിച്ചു. വയനാട്ടിൽ കെ മുരളീധരൻ മത്സരിച്ച് 2009 അപ്പൊ ഈ സത്യൻ മൊഹീരയുടേത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു. അതിൽ തന്നെ മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള വണ്ടൂര് അതുപോലെ തന്നെ ഏറനാട് മേഖലയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് കടന്നുകൂടിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഷാനവാസ് തോറ്റുപോകുന്ന സാഹചര്യം പോലും ഉണ്ടായേനെ. അല്ല, അവിടെ ഈ പറയുന്നത് പോലെ നേരത്തെ നമ്മൾ കാസർഗോഡ് മണ്ഡലത്തിന്റെ ആലത്തൂർ മണ്ഡലത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, CPM അവിടെ നിന്ന് ജയിച്ചു പോയ ജനപ്രതിനിധികൾ ഇനിയിപ്പോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ജയിച്ചോളും എന്നുള്ളത്. സമയം കുറവാണ്, 3 മിനിറ്റേ ഉള്ളൂ. കമലും ഉണ്ട്, അക്ഷയ് ഉണ്ട്. ആദ്യം കമലിലേക്ക്. കമൽ ദീർഘകാലമായി കമലിന്റെ സ്വന്തം നാടായ വയനാട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കമൽ, വയനാട്ടിൽ കഴിഞ്ഞ തവണത്തെ 4,31,000 നിന്ന് കൂടുമോ കുറയുമോ? ഭൂരിപക്ഷം കുറയും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കോൺഗ്രസ് അവകാശപ്പെടുന്നത് 5 ലക്ഷമൊക്കെയാണ്, 1 ലക്ഷം പുതിയ വോട്ടർമാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ എന്തായാലും കഴിഞ്ഞ വർഷത്തെ ഒരു ഭൂമില്ല, ഈ രാഹുൽ ഗാന്ധി വന്നപ്പോഴുണ്ടായ ഒരു അത്ഭുതം, രാഹുൽ ഗാന്ധിയോടുള്ള അദ്ദേഹത്തെ ആദ്യമായി കാണുന്ന ഒരു ആവേശം, അത്തരമൊരു ഭൂം എന്തായാലും വയനാട് മണ്ഡലത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ഒരു 3 ലക്ഷത്തിലേക്കൊക്കെ കുറയും എന്നാണ് ഒരു വിലയിരുത്തൽ. അത് 2 ലക്ഷത്തിലേക്കൊക്കെ എത്തിച്ചാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയാകും, ഇടതുപക്ഷത്തിന് നേട്ടമാകും. നേരത്തെ അഭിലാഷ് പറയുന്നുണ്ടായതുപോലെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ട്, മനുഷ്യ വന്യജീവി സംഘർഷമൊക്കെ. പക്ഷേ അതൊന്നുമല്ല വിഷയം, രാഹുലിൻ്റെ സാന്നിധ്യം തന്നെയാണ് വിഷയം. മറ്റൊന്ന് ആനി രാജയുടെ വരവ്. ആനി രാജ വളരെ മികച്ച പ്രവർത്തനമാണ് മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്, പ്രചരണമാണ് നടത്തുന്നത്. അവരോട് ജനങ്ങൾക്ക് സ്നേഹമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ മണ്ഡലത്തിൽ അവർ എങ്ങനെ ജയിക്കുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അവർ പാർലമെന്റിൽ എത്തണമെന്നൊക്കെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ അത് മാത്രമേ ഈ മണ്ഡലത്തെ സംബന്ധിച്ച ചോദ്യമുള്ളൂ. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി. അക്ഷയ പഠിച്ചത് വയനാട്ടിലാണ്. അപ്പോൾ അക്ഷയ് അറിയാവുന്ന സ്ഥലമാണ്. അക്ഷയ് പറഞ്ഞോളൂ. ഈ കമലേട്ടൻ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം വയനാട് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ പോലെ വലിയൊരു ഭൂരിപക്ഷമൊന്നും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ രാഹുൽ ആവേശം അവിടെ ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാമല്ലോ. വലിയ ആവേശം തന്നെയുണ്ട്. ഈ ലീഗൊക്കെ ആണെങ്കിൽ തങ്ങളുടെ കൊടി മാറ്റിവെക്കാൻ, കൊടിയല്ല രാജ്യമാണ് വലുത്, അതിനായി രാഹുലിനൊപ്പം നിൽക്കുന്നവർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു രാഹുലിന്റെ ആവേശം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഈ നമുക്കറിയാം ആനി രാജേന്റെ അവരുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് തന്നെ അരികിലുണ്ട് ആനി എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി എപ്പോഴും വന്നു പോകുന്നതിൽ ഒരു എതിർവികാരം അവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ട്. സമാനമായി തന്നെ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷനാണ്, സംസ്ഥാന തമരക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹിന്ദു വോട്ടുകൾ അത് കേന്ദ്രീകരിക്കാനുള്ള ശ്രമം കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളതുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ വന്യജീവി സംഘർഷമുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ ഏത് തരത്തിൽ ഇടപെടൽ നടത്തും, ഞങ്ങളിങ്ങനെ വോട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു ജനങ്ങളാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വന്നു പോകുന്നു, ജയിക്കുന്നു, പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 2019 നമുക്കറിയാം രാഹുലിന്റെ കരങ്ങൾക്ക് ശക്തി പകരൂ എന്നുള്ളതായിരുന്നു CPM അല്ലെങ്കിൽ ഇടതുമുന്നണി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം. അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ തരംഗം അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കും, അത് ഈ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനുള്ള ഒരു സാധ്യത നിലവിൽ വയനാട്ടിലുണ്ട് നമുക്ക് കരുതാൻ ആഗ്രഹമാണ്.